പെട്രോളിയം ട്രേഡേഴ്സ് അസോസിയേഷൻ അംഗം സായി ഭാസ്കർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സായി, ഇപ്പോൾ രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിച്ചേക്കുമെന്നുള്ളൊരു ചർച്ചകളാണ് നടക്കുന്നത്. മാസങ്ങളായി രാജ്യത്ത് ഇന്ധനവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. ഇതിനാൽ തന്നെ എണ്ണ വിതരണ കമ്പനികൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഈ നഷ്ടം നികത്താൻ അടിയന്തരമായി വില വർദ്ധിപ്പിക്കേണ്ടത് ഒരു അത്തരത്തിലേക്ക് നിലപാടിലേക്ക് തന്നെ കടക്കാൻ തന്നെയാണല്ലേ സാധ്യതയുള്ളത്? അതെ, ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ യുദ്ധം തുടങ്ങി ഏതാനും ദിവസങ്ങൾക്ക് അകം തന്നെ വില വർദ്ധിച്ചതായിട്ട് നമുക്കറിയാം. ആ സമയത്ത് ഒരു ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് വില വർധനവ് തടസ്സപ്പെട്ടു നിന്നത്. പക്ഷേ വില വർധനവ് അത്യന്താപേക്ഷിതമായിരിക്കാം. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം, നാട്ടിലെ വില വർധനവ് അതോടൊപ്പം തന്നെ ഡീലർമാർക്ക് ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ള വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ സമയത്തുണ്ടാവുന്ന ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ് ഡീലേഴ്സിന് ഭയങ്കര ബാധ്യതയായി വരും. അപ്പോൾ ഇത് നടത്തിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഡീലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയാകും എന്നുള്ള കണക്കുകൂട്ടലാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷെ അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നത് ഈ വില വർധനവ് വരേണ്ട ഭാഗത്തുണ്ടാവുന്ന ടാക്സിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് വില വർധനവ് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട നടപടി. അതാണ് ഒരു ഡീലർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഈ രാജ്യത്ത് ഏത് സമയം, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഏത് സമയത്തും ഇന്ധനവില ഉയർന്നേക്കാം എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങൾ, ഇപ്പോൾ അവരുടെ ഒരു പ്രതികരണങ്ങളൊക്കെ വന്നപ്പോൾ അത്തരത്തിൽ തന്നെയാണ് അവരും പ്രതികരിക്കുന്നത്. പക്ഷേ ഈ രാജ്യത്ത് പണപ്പെരുപ്പം വർദ്ധിപ്പിക്കാതിരിക്കാൻ സർക്കാരിനെടുത്ത തീരുമാനമാണ് എണ്ണ കമ്പനികളെ ഇപ്പോൾ ഈ വിലവർദ്ധനയിൽ നിന്ന് വിലക്കിയതെന്നാണ് സർക്കാരിന്റെ ഭാഗം. അതായിരിക്കാം. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ കണ്ടുവന്നത് നമ്മൾ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നടപടി തന്നെയാണ്. അത് ചിലപ്പോൾ ഏതൊരു ഗവൺമെന്റ് എടുക്കാവുന്ന ഒരു നടപടി ആയിരിക്കാം. അത് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം ലോകമൊട്ടുക്ക് വിലവർദ്ധനവ് നേരിടുമ്പോൾ ഒരു രാജ്യത്ത് മാത്രം വിലവർദ്ധനവ് തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് പറ്റില്ല. പക്ഷേ ഇന്ത്യയിലുള്ള അത്രയും ടാക്സ് മറ്റ് രാജ്യങ്ങളിൽ ഇല്ല. അപ്പോൾ ടാക്സിനകത്ത് ഇളവ് വരുത്തിക്കൊണ്ട് ആ വില വർധനവ് പിടിച്ചു നിർത്തുവാൻ ഇന്ത്യ ഗവൺമെന്റിന് സാധിക്കുന്നതാണ്. ആ രീതിയിലുള്ള നടപടികൾ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ വില വർധനവ്, നിത്യോപകരണങ്ങളുടെ വില വർധനവ് ഉൾപ്പെടെ തടയുവാൻ ഗവൺമെന്റിന്റെ ആ ഉചിതമായ തീരുമാനം വഴി നടപ്പാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ പെട്രോൾ ഡീസൽ വിൽപ്പനയിൽ നിയന്ത്രണവും കൊണ്ടുവരികയാണെന്ന് പറയുന്നുണ്ടല്ലോ. നിശ്ചിത അളവിൽ കൂടുതൽ ഇന്ധനം വിതരണം ചെയ്യേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്കാണ് പമ്പുടമകൾ ഉള്ളത്. അപ്പോൾ അതെന്താണ് അതിലൂടെ ലക്ഷ്യമിടുന്നത്? കാരണം ഇത്തരത്തിൽ 200 ലിറ്റർ മാത്രമേ ഡീസലും 5000 രൂപ വരെ പെട്രോളും വിതരണം ചെയ്യുന്ന രീതി, അത് എത്രത്തോളം പരിധി നിശ്ചയിക്കുന്നത് എത്രത്തോളം ഗുണം ചെയ്യും? അത് പ്രാക്ടിക്കലായി ഒരു നടപ്പിൽ വരുത്താൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരിക്കലും പരിധി വെക്കാൻ പറ്റുന്ന ഇതൊരു നിത്യോപയോഗ സാധനങ്ങളുടെ പട്ടികയിലുള്ള ഒരു സാധനമാണ്. ഇത് നമുക്ക് നിയന്ത്രണം വെച്ച് വിൽക്കുവാൻ, മദ്യങ്ങളെ പോലെയോ നിയന്ത്രണം വെച്ച് വിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അത് നടപ്പിലാക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത് വാഹനങ്ങളെയാണ്. നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് പോലും ഈ വാഹനങ്ങളിൽ കൂടിയാണ്. പക്ഷെ നമുക്ക് കുറച്ചൊക്കെ നിയന്ത്രിക്കുവാൻ പറ്റും. ഒരു വണ്ടിയിൽ ഒരാളായിട്ട് ഒരു വണ്ടിയിൽ പോകുന്നതോ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതോ പറ്റി. എന്നാൽ പോലും അതിനൊക്കെ നമുക്ക് അത് നിയന്ത്രിക്കുവാനുള്ള ലിമിറ്റേഷൻ ഉണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ. പെട്രോളിനോ ഡീസലിനോ ഷോർട്ടേജ് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ട്രാഫിക്കുള്ള ഭാഗങ്ങളിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ ആവശ്യമില്ലാത്ത ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ ഇതിനുള്ള ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടമുണ്ടാക്കും. പക്ഷേ ഇതിനകത്തെല്ലാം ഉപരി വിലവർധനവ് പിടിച്ചു നിർത്തുവാൻ ഈ വിലവർധനവ് തടയുന്നതോടുകൂടി പറ്റുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായും വളരെയധികം നന്ദി സായി അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.